കഷ്ടമായി പോയി സാറ്. നാദറ കുഞ്ഞ് ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പം സാറിങ്ങനെ പഴൽമീൻ കണക്ക് വഴുതി കളിച്ചാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുപോകാൻ നോക്കിക്കൂടെ സാറേ? എങ്ങനെ വിശ്വസിക്കുമല്ലോ? പ്രതീക്ഷയോടെ ആശ്വാസത്തോടെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുഖം അവിടെ തന്നെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? ഉണ്ടാവും സാറേ. നമ്മൾ പേടിക്കും പോലെ ആ മനസ്സിലിപ്പോൾ ഒന്നുമില്ല. എന്നാൽ വേറെന്തൊക്കെയോ ഉണ്ട് താനും. ഉള്ള കാലം ഇനി സന്തോഷത്തോടെ ജീവിക്കണം. ഇല്ലാതാവുമ്പോൾ മറ്റുള്ളവർ വേദനയോട് ഓർക്കണമെങ്കിൽ സ്നേഹം ബാക്കി വെച്ച് വേണം പോവാൻ എന്നൊക്കെയുള്ള തരത്തിലാണ് ഇപ്പം സംസാരം. സാറിനെ ഇതുവരെ വിഷമിപ്പിക്കേണ്ടി വന്നതിലുള്ള കുറ്റബോധമാണ് ആ മനസ്സ് മുഴുവൻ. അത് മനസ്സിലാക്കണം. വന്നപ്പം മുതൽ ഈ വീട് മൊത്തം അടിച്ചു തുടച്ച് വൃത്തിയാക്കുകയായിരുന്നു. കണ്ടില്ലേ ഒക്കെ നേരെയാക്കി വെച്ചിരിക്കുന്നത്. ജലപാനമില്ലാത്ത ജോലിയായിരുന്നു. സാറ് വന്നിട്ടേ വല്ലതും കഴിക്കുമെന്നുള്ള വാശി. എന്നിട്ടിപ്പോൾ സാറ് വേണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് സങ്കടം വരുത്തില്ലയോ? ആഹാരത്തോടെ എന്തായാലും വൈരാഗ്യം വേണ്ട. വിളമ്പിക്കും, ഞാൻ വന്നേക്കാം. നാദര കുഞ്ഞിനെ കൂടെ വിളിച്ചേക്കണം സാറേ. ഇനി ഞാൻ വിളിച്ചാലും കുഞ്ഞ് വരത്തില്ല. വാ, ഊണ് കഴിക്കാം. ഞാൻ കാരണം ആരും പട്ടിണി എടുക്കണ്ട. ഔദാരിയാണെങ്കിൽ വേണ്ട. ഇനിയെങ്കിലും ബോധ്യപ്പെടുത്തലല്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ജിഷയെ ഞാൻ അംഗീകരിക്കുന്നു. ഒരു മകളെ പോലെ തന്നെ അവളെ നമുക്ക് കണ്ടെത്താം, വളർത്താം. ജെഡിയുടെ മനസ്സ് പോലെ, നിഴല് പോലെ എല്ലാത്തിനും ഞാൻ ഇനി ഉണ്ടാവും. എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കൂ. എന്നാ വിശേഷം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം. നാദിരമോളൊരു വകതിരിവില്ലാത്ത കുഞ്ഞാ. ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. അതാ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ. അവളുടെ ജീവിതമല്ലയോ, അവളുടെ ഇഷ്ടംമാതിരി ചെയ്യട്ടെ. നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് കരുതിയാൽ മതി എൻ്റെ മക്കളെ. അമ്മച്ചിക്ക് അതും പറഞ്ഞങ്ങ് പോവാം. ഇത്രയും നാളും ഞാൻ എൻ്റെ ജോലി പോലും ഉപേക്ഷിച്ചിട്ടാ അവളുടെ പിറകെ നടന്നത്. ആകെയുള്ളൊരു മരുമോളല്ലേ എന്ന് കരുതിയിട്ട്. എന്നിട്ടോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതല്ലയോ അവൾ ഇറങ്ങിപ്പോയത്. ഈ വീടിനെ 3500 രൂപ വാടക. ഇച്ചത് എന്നെ വർത്താനായി പറയുന്നേ? മരുമോള് വന്നതും പോയതും പറയുന്നതിനിടയിൽ വീട്ടുവാടകയുടെ കാര്യം പറഞ്ഞ അമ്മച്ചി എന്നെ കരുതും. എന്നാ വേണേലും കരുതിക്കോട്ടെ, എന്റെ അമ്മച്ചില്ലയോ. നമ്മളെ പ്രശ്നങ്ങൾ അമ്മച്ചിയോടല്ല പിന്നെ വേറെ ആരോടാ പറയുന്നത്? എന്നാലും അതല്ലിച്ചായ. അവൻ പറയട്ടെ മോളെ, എന്നതാണോ നിന്റെ പ്രശ്നം? ഓ, ഒന്നുമില്ല അമ്മച്ചി. ഗ്ലാഡിസ് പറഞ്ഞ പോലെ അവസാനം എൻ്റെ വായിന്ന് വീഴുന്നത് മാത്രം ബാക്കിയുണ്ടാവും. കുഴപ്പമില്ല, നാളെ മുതൽ ജോലിക്ക് ഇറങ്ങിയാ എൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് തീരും. അങ്ങനെ ഇപ്പം എൻ്റെ കൊച്ചുമോൾക്ക് വേണ്ടി നീ അങ്ങനെ നഷ്ടം സഹിക്കണ്ട. നീ എന്നെ തറവാട്ടിലോട്ടൊന്ന് കൊണ്ടുചെന്ന് ആക്കൂല്ലയോ? എന്നതാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് നിനക്ക് തന്നേക്കാം. അപ്പോ എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് തന്നെ പോന്നേക്കാൻ അമ്മച്ചി നാദിരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവള് പിന്നെ എങ്ങോട്ട് പോവാനാ? ഗ്ലാഡിസേ, നീ അവളോട് മുഷിച്ചലൊന്നും വെച്ച് പെരുമാറിയേക്കല്ലേ മോളെ? അയ്യോ, ഇത് എന്നെ വർത്താനം അമ്മച്ചി പറയുന്നേ? എന്റെ ഇച്ചായന്റെ മനസ്സില് എന്നും അവൾക്കൊരിടം ഉണ്ടാവും. ഞങ്ങൾ അവളെ കരുതിയേക്കുന്ന എങ്ങനെയാന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. എനിക്ക് മനസ്സിലാവും മോളെ. നിങ്ങളുടെ മനസ്സിപ്പോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ കണ്ണടഞ്ഞാലും എൻ്റെ കൊച്ചുമോൾക്ക് നിങ്ങളുണ്ടല്ലോ, അത് മതി. അവള് ജെഡിയുമായിട്ട് ഇണങ്ങി പോകുന്നെങ്കിൽ അതങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി അതല്ല, അവള് വീണ്ടും തിരിച്ചു വരുവാണെങ്കിൽ
ഈ വാടക വീട് നമുക്കങ്ങ് ഒഴിവാക്കിയേക്കാം. ഇതാവുമ്പം ജേഡിയുടെ വീടുമായിട്ട് അടുത്തല്ലയോ. ഞങ്ങൾ അവളെയും കൂട്ടി അങ്ങ് തറവാട്ടി വന്ന് നിന്നോളാം. എന്നതാ? ഞാൻ ഇത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു റോക്കി. നിങ്ങൾക്ക് സൗകര്യക്കുറവാവുമെന്ന് കരുതിയ. അയ്യോ, ഞങ്ങൾക്ക് എന്നാ സൗകര്യക്കുറവാ അമ്മച്ചി. ഗ്ലാഡിസ് ആണെങ്കിൽ എപ്പോഴും പറയും തറവാട്ടി താമസിച്ച് കൊതി തീർന്നിട്ടില്ലെന്ന്. എന്റെ പിടിപ്പേട് കൊണ്ടാ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നതെന്ന്. അതൊരു സത്യമാണെങ്കിലും ഇനി അതൊന്നും ഒരു പ്രശ്നമല്ല മോനെ. നാദിരമോളുടെ പേർക്ക് ഞാൻ അത് എഴുതി വെച്ചെങ്കിലും നിങ്ങളുടെയും കൂടെ തറവാടാ അത്. അവിടെ വരുന്നതിൽ ഒരിക്കലും ഒരു അന്യത്വം നിനക്ക് തോന്നരുത് മോളെ. ഇല്ല അമ്മച്ചി, അമ്മച്ചിയുള്ള കാലം വരെ എനിക്ക് അങ്ങനെ തോന്നത്തില്ല. അതിനുശേഷം തോന്നാതിരിക്കാനുള്ള വഴിയൊക്കെ അമ്മച്ചി ഉണ്ടാക്കി തന്നോളാം. ആദ്യം നിങ്ങൾ അങ്ങോട്ട് വാ. ശരി അമ്മച്ചി. എന്നാ അമ്മച്ചി അങ്ങോട്ട് ഇറങ്ങുക. എന്നതാടാ, ഇറങ്ങല്ലയോ? ഓ, ഇറങ്ങാം അമ്മച്ചി. ഞാൻ പോയച്ചും വരാം. വരാം മോളെ. ശരി അമ്മച്ചി. നാളെ കഴിഞ്ഞാ വീണ്ടും കോളേജ് തുറക്കും. ജയെ കാണാതിരുന്ന എല്ലാരും എന്നോടാ ചോദിക്കുക. ഞാൻ എന്താ മനുവേട്ടാ മറുപടി പറയാ? തൽക്കാലം എവിടെയെങ്കിലും ടൂറ് പോയിരിക്കാന്നോ മറ്റോ പറ. അപ്പോഴേക്കും അവൾ തിരിച്ചു വരുമായിരിക്കും. എനിക്കിപ്പോ ജയയുടെ കാര്യത്തിൽ പ്രതീക്ഷയില്ലാതാവുക. ഇത്രയും ദിവസം അവൾ ഒറ്റയ്ക്ക് എങ്ങനെ അവൾക്ക് പിടിച്ചു നിൽക്കാനാവും? അവളൊരു പെണ്ണല്ലേ. ജയ സുരക്ഷിതയായി തന്നെ ഉണ്ടാവുന്ന എൻ്റെ മനസ്സ് പറയുന്നേ. എവിടെയെങ്കിലും ഇരുന്ന് അവളെല്ലാം കാണുന്നുണ്ടാവും. അച്ഛനും അമ്മയും അവൾ മാത്രം അടങ്ങുന്ന ഒരു ജീവിതത്തിന് സാഹചര്യം ഒരുങ്ങുന്ന കാത്തിരിക്കാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമോ മനുവേട്ടാ? എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ആ നാദ്ര JD സാറിനൊരു നീരാളിപ്പിടുത്തം പിടിച്ചിരിക്കുക. ഒരു വിധത്തിൽ ഒഴിഞ്ഞു പോകുന്ന ലക്ഷണവും ഇല്ല. ഛേ, എല്ലാം അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ അവരിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? CI വന്ന് ചോദ്യം ചെയ്തതിന്റെ ദേഷ്യത്തെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്നോ? വന്നു കാണും, പുതിയ രൂപത്തിലും ഭാവത്തിലും. JD സാറിന്റെ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോൾ സത്യമൊന്നും അറിയാത്ത പോലെയും തോന്നുന്നുണ്ട് തീരെ. എങ്കിൽ നാദിരാൻറ്റി ഒന്നും പറഞ്ഞു കാണില്ല മനുവേട്ടാ. എന്തായാലും പറ്റിയൊരു മൂഡ് നോക്കി മനുവേട്ടൻ തന്നെ JD സാറിനോട് എല്ലാം ഒന്ന് തുറന്നു പറ. ഞാനത് ആലോചിക്കുന്നുണ്ട്. കോളേജ് തുറക്കുന്ന ദിവസമെങ്കിലും ജയ തിരിച്ചു വന്നാ മതിയായിരുന്നു. എന്നും ഒരുമിച്ച് നടന്ന വഴിയിലൂടെ അവളില്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ഛേ, സാരമില്ലടോ, അവള് വരും, താമസിയാതെ. മനുവേട്ടന് വിശ്വാസമുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ. ഗീതാന്റിയുടെ കണ്ണീരും നമ്മുടെ കാത്തിരിപ്പും ദൈവം കാണാതിരിക്കുവോ? താൻ സമാധാനമായിരിക്കും. വാ. എന്താ, എഴുതാൻ വല്ല പ്ലാനുണ്ടോ? വേണമെങ്കിൽ ഞാൻ ചായ ഇട്ട് തരാം. ഉറക്കം കഴിഞ്ഞ് കൂട്ടിരിക്കുകയും ചെയ്യാം. ഏയ്, എഴുത്തിന് എന്നാ എൻ്റെ കൈ വരാന്ന് എനിക്ക് പോലും അറിയില്ല. മനസ്സത്രയും കൈവിട്ട അവസ്ഥയില്ല. എന്താ ഇത്രമാത്രം കൈവിടാൻ? ജിഷയുടെ മിസ്സിങ്ങിനെ കുറിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പാരലായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. അവൾക്കൊന്നും സംഭവിക്കില്ല JD. ജിഷ തിരിച്ചു വരും. ഞാനല്ലേ പറയുന്നേ. JDക്ക് അറിയോ ഞാൻ ഇന്നലെ എവിടെയാ പോയെന്ന്? എവിടെ? ഏക മകളെ നഷ്ടപ്പെട്ട് ഭ്രാന്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന ജിഷയുടെ പെറ്റമ്മയുടെ അടുത്തേക്ക്. സത്യം? അതെ. മകളെ നേരിൽ കണ്ടാലല്ലാതെ ജീവിതത്തിൽ ഇനി ഉയർത്തെഴുന്നേൽക്കാനാവില്ലെന്ന അവസ്ഥയിൽ നിന്ന് ആ അമ്മയെ ഞാൻ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർക്കിപ്പോ പ്രതീക്ഷയുണ്ട്. അതുപോലെ JDയും പ്രതീക്ഷ കൈവിടരുത്. എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ.
മനസ്സിലാവാത്തതായി എന്നിലിപ്പോ ഒന്നുമില്ല ജെഡി. തുറന്നു വെച്ച പുസ്തകം പോലൊരു മനസ്സ്. മനസ്സിലാവാത്തത് അധ്യായങ്ങൾ പിന്നിടുമ്പോ ജെഡിക്ക് വ്യക്തമായിക്കോളൂ. ആ പിന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് പോലും ജിഷയുടെ അമ്മയാ കേട്ടോ. എന്തിനാന്നറിയോ? അവരെ ആശ്വസിപ്പിച്ചതുപോലെ ജെഡിയെയും ആശ്വസിപ്പിക്കാം. അതിന് എന്റെ അവസ്ഥ എങ്ങനെ അവരറിഞ്ഞു? ഒരമ്മയ്ക്ക് അത് ഊഹിക്കാനാവും. ജെഡി സ്വന്തം മകളെ പോലെ തന്നെയാണ് ജിഷയെ കണ്ടിരുന്നതെന്ന് അവൾ അമ്മയോട് പറഞ്ഞു കാണില്ലേ? സത്യം പറഞ്ഞ ജിഷയെ ഞാൻ ഇത്രയും മാത്രം സ്നേഹിച്ചു പോകാൻ കാരണം നീയാ. ഏട്ടൻ്റെ മകളോടുള്ള അടുപ്പം, ഏട്ടനോടുള്ള കടമ, ഇതൊക്കെ ആയിരുന്നു ആദ്യം എൻ്റെ മനസ്സിൽ. എന്നാൽ ഇതൊന്നുമല്ലാതിരുന്നിട്ടും തുടക്കത്തിൽ ഒരു കൂടപ്പിറപ്പിനെ പോലെ നീ അവളെ കൊണ്ടു നടക്കുന്ന കണ്ടപ്പോൾ ഒരു നിമിഷം അവൾ നമ്മുടെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഒടുവില് ഞാൻ തന്നെ അത് തല്ലി തകർക്കുകയും ചെയ്തു അല്ലേ? അല്ല, ആ സമയത്ത് ഒരു ചിറകുമുളയ്ക്കാത്ത കിളിക്കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യമില്ലേ, അതായിരുന്നു എനിക്ക് അവളോട്. ഒരു തരത്തിൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ അവൾ മാത്രമായി പോയി. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, സംഭവിച്ചതിനെല്ലാം നമ്മൾ 3 പേരും ഒരുപോലെ കാരണക്കാരാണ്. സാരമില്ല ജെഡി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഒരിക്കലും ജെഡിക്ക് ഇതുപോലൊരു അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരില്ല. ജിഷയെ കണ്ടെത്തിയാലേ ഈ മനസ്സ് പൂർണ്ണമായിട്ട് നേരെയാവുമെന്ന് എനിക്കറിയാം. എങ്കിലും ജെഡി ഉടനെ തന്നെ എഴുത്തിലേക്ക് കടക്കണം. അക്ഷരങ്ങളെ ആശ്വാസമായിട്ട് കരുതണം. ജെഡിയുടെ വേദനയുള്ള മനസ്സിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ പുതിയ രചനകൾ ഉണ്ടാവണം. ഹോ ജീസസ്, ഈ കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തതാണല്ലോ സംഭവിച്ചത്. എക്സാം കഴിഞ്ഞിറങ്ങിയ സ്റ്റുഡന്റ് മിസ്സിംഗ് ആവുക. ഇത് പുറത്തറിഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ ഇതുവരെയുള്ള ഗുഡ്വില്ലിനെ പോലും അത് ബാധിക്കുമല്ലോ. ശരിയാണ് മദർ. അതും കൂടി കണക്കിലെടുത്ത ഒരു പബ്ലിക് എൻക്വയറിക്ക് ജയയുടെ വീട്ടുകാർ സമ്മതിച്ചിട്ടും ഞാൻ ഒന്നുകൂടി വെയിറ്റ് ചെയ്തത്. എൻ്റെ അന്വേഷണത്തെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതൊരു ന്യൂസ് ആവാതെ തന്നെ ആ കുട്ടിയെ കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാം. തീർച്ചയായും എന്നിൽ നിന്നും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും എന്ത് സഹായവും പ്രതീക്ഷിക്കാം. താങ്ക് യു മദർ, താങ്ക് യു. ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് ഏറ്റവും ആദ്യം ഇറങ്ങിയത് ജയ ആയത് കാരണം പുറത്തിറങ്ങിയ ശേഷമുള്ള അവളുടെ മൂവ്മെൻറ്റ് മറ്റ് സ്റ്റുഡൻസ് ആരും കണ്ടിരിക്കാനിടയില്ല. ഐ മീൻ, അവൾ ഏതു വഴിക്ക് നീങ്ങിയെന്നോ കോളേജിന് പുറത്ത് അവളെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്തിരുന്നെന്നോ ഒന്നും അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ സ്റ്റുഡൻസിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും സ്റ്റഡി ചെയ്യുന്ന കോളേജ് എന്ന നിലയ്ക്ക് ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നിട്ടും പതിവിലും നേരത്തെ ജയ പരീക്ഷ കഴിഞ്ഞിറങ്ങിയതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഒരു സൂചന മദറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അതെ, ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയോ മറ്റ് സ്റ്റാഫിൻ്റെയോ ശ്രദ്ധയിൽപ്പെടുന്ന സ്റ്റുഡൻസുമായി ബന്ധപ്പെടുന്ന എന്ത് കാര്യങ്ങളും അതാത് സമയം എന്നെ അറിയിക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ആ കുട്ടി അന്ന് നേരത്തെ ഇറങ്ങിയെന്ന് മാത്രമല്ല, എക്സാമിന് അറ്റൻഡ് ചെയ്തതും 2-3 മിനിറ്റ് വൈകിയാണെന്ന് അവിടെ ചാർജ് ഉണ്ടായിരുന്ന ടീച്ചർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കോളേജിന്റെ പ്രൊസീജിയർ വെച്ച് നിർബന്ധമായും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അതിനുശേഷം കോളേജ് അവധിയായിരുന്നല്ലോ. യെസ്. പിന്നെ അതേ ദിവസം തന്നെ ജയയെക്കുറിച്ച് ഓഫീസ് ഇൻചാർജും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതെന്താ മദർ? ആ കുട്ടി അന്ന് കാലത്ത് ഓഫീസ് ഫോണിൽ 5 മിനിറ്റോളം ആരോടോ സംസാരിച്ചിരുന്നു. ഓഹോ, അതിനെക്കുറിച്ച്
ഡീറ്റെയിൽ ആയി ഒന്ന് അറിയാൻ കഴിയുമോ മദർ? തീർച്ചയായും. എന്താ മദർ? ആ, സിസ്റ്റർ വിമലയോടൊന്ന് വരാൻ പറയൂ. ശരി മദർ. ആ മദർ, ജയയുടെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, ദിയ. എനിക്ക് ആ കുട്ടിയെ കൂടെ ഒന്ന് കാണേണ്ടി വരും. അത് ക്ലാസ് ടൈമിൽ യാതൊരു കാരണവശാലും സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാൻ ആരെയും ഞങ്ങൾ സമ്മതിക്കില്ല. ക്ലാസ് ടൈമിൽ വേണമെന്നില്ല, ഞാൻ ഇൻ്റർവ്യൂവിൽ വരെ വെയിറ്റ് ചെയ്യാം. അത് ഒരു പോലീസ് എൻക്വയറി ആണെന്ന് ആ കുട്ടിക്ക് ഫെയിൽ ചെയ്യാത്ത വിധം ഞാൻ മാനേജ് ചെയ്തോളാം മദർ. ശരി, ഈ കോളേജിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു കുട്ടിയുടെയും കൂടി കാര്യമല്ലേ? താങ്ക് യു മദർ. ഗുഡ് മോർണിംഗ് മദർ. ഗുഡ് മോർണിംഗ്. ഇത് സർക്കിൾ ഇൻസ്പെക്ടർ സുഭാഷ്. നമസ്കാരം. ഇദ്ദേഹം വന്നത് ലാസ്റ്റ് എക്സാം ഡേയിൽ ഓഫീസിൽ കയറി ആർക്കോ ഫോൺ ചെയ്തെന്ന് സിസ്റ്റർ പറഞ്ഞ ജയ എന്ന കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാനാ. യെസ്. ആ കുട്ടിക്ക് എന്തു പറ്റി മദർ? എക്സാം കഴിഞ്ഞ ദിവസം മുതൽ ആ കുട്ടി മിസ്സിങ്ങാ. മൈ ഗോഡ്, എന്തൊക്കെയോ പ്രോബ്ലംസ് ആ കുട്ടിക്കുള്ളതായി എനിക്ക് അപ്പോഴേ തോന്നി. ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് ഓടിക്കെത്തിച്ചാ വന്നത്. അതുകൊണ്ടാണ് എക്സാമിന് മുൻപുള്ള ഫസ്റ്റ് ബെല്ല് കേട്ടിട്ട് ഞാൻ ഫോൺ ചെയ്യാൻ സമ്മതിച്ചത്. എന്തോ സീരിയസ് പ്രശ്നമായിരിക്കുമെന്ന് തോന്നി. സംസാരിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചില്ല. 5 മിനിറ്റിനിടയ്ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ലാസ്റ്റ് ബെല്ല് കേട്ടപ്പം ഞാൻ നിർബന്ധിച്ച് ആ കുട്ടിയെ കൊണ്ട് ഫോൺ കട്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. സിസ്റ്റർ നമ്പർ ഒന്നും നോട്ട് ചെയ്തില്ലല്ലോ? ഇല്ല സർ, ഓഫീസ് ഫോണിൽ കോളർ ഐ ഡി സിസ്റ്റം ഇല്ല. ഫോൺ ചെയ്ത കറക്റ്റ് ടൈം 17th 9:30. 17th 9:30. ഓക്കെ, എക്സ്ചേഞ്ച് വഴി നമ്പർ കളക്ട് ചെയ്യാൻ പറ്റിയേക്കും. താങ്ക് യു മദർ. ജയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഈ എവിഡൻസ് ഒരു ടേണിംഗ് തന്നെയായിരിക്കും. ഇനി എനിക്കൊന്ന് ദിയെ കൂടി കണ്ടാൽ. തീർച്ചയായും. സിസ്റ്റർ, ഇന്റർവെൽ ടൈമിൽ ഇദ്ദേഹത്തിന് ഫസ്റ്റ് ഇയർ ലിറ്ററേച്ചറിലെ ദയെ കാണാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ശരി മദർ. പിന്നെ വേറെ ആർക്കും യാതൊരു സംശയം തോന്നണ്ട. ഇല്ല മദർ. ശരി, ആ എങ്കിൽ ചെന്നോളൂ. ഓക്കെ മദർ. ജയെക്കുറിച്ചുള്ള എൻക്വയറി റിസൾട്ട് എന്നെ അറിയിക്കുമല്ലോ? ഓഫ് കോഴ്സ്. ഒരു നല്ല റിസൾട്ട് എത്രയും പെട്ടെന്ന് മദറിനെ ഞാൻ അറിയിച്ചിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശരി സർ.